ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ റിയാദിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാംഗോ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പലരും എന്നോട് ആവശ്യപ്പെട്ടു അതൊന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അതിന് സ്പോഞ്ചിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഷുഗർ ഒരു 375 ഗ്രാം, ഫ്ലവർ ഒരു 375 ഗ്രാംസ്, പിന്നെ എഗ്സ് 9 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഓയിൽ 20 ml, ലെമൺ റിൻഡ് 5 ഗ്രാംസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് വൈറ്റ് വാനിലയാണ്, വാനില എസൻസ് 10 ml. അപ്പോൾ ഇത്രയും കൊണ്ട് എങ്ങനെയാണ് ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഉള്ള മാംഗോ ഫില്ലിങ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ 2 സ്പോഞ്ചിനുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. ഒരെണ്ണം മാംഗോ ഫില്ലിങ്സ്, മറ്റൊന്ന് നമുക്ക് വേറൊരു ഫില്ലിങ്സ് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷേ ഇതിപ്പോൾ 9 മുട്ടയുള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് എഗ് വൈറ്റും എഗ് യോക്കും ഉണ്ടാക്കുക. ഹാൻഡ് മിക്സിയിൽ നമ്മൾ ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കുന്നത്. ഇത് ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എഗ് വൈറ്റിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെയും ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയി വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ കണ്ടോ, എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ക്വാണ്ടിറ്റി ഷുഗറിൽ നിന്ന് കുറച്ചും കൂടെ ഷുഗർ അതിനകത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വിപ്പ് ചെയ്ത് എടുക്കണം. ഈ വിപ്പിങ്ങിലാണ് അത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതും നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നതിലാണ്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക, പിന്നെ കുറച്ചും കൂടെ ഷുഗർ ആഡ് ചെയ്യുക, പിന്നെയും ബീറ്റ് ചെയ്യുക. അങ്ങനെ ഫുൾ ഷുഗർ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തു, പഞ്ചസാരയും മുഴുവൻ ചേർത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് എഗ് യോക്സ് ഓരോന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണേ. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു പേസ്ട്രി ഷെഫ് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഇത്രയും നന്നായിട്ട് ഞാൻ കേക്ക്സ് ഉണ്ടാക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പേസ്ട്രി ഷെഫിനെ കൊണ്ട് ഉണ്ടാക്കിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ എല്ലാ എഗ് യോക്സും അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ഫ്ലഫായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീൻ്റെ ആവശ്യമില്ല. മെഷീൻ ഓഫ് ചെയ്തിട്ട് ബാക്കി ഇനി ഫ്ലവറും എസൻസും ഓയിലും ആ നാരങ്ങയുടെ തൊലിയും നമ്മൾ അല്ലാതെയാണ് ആഡ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ആദ്യം ഇതിനകത്തോട്ട് ഫ്ലവർ, നമ്മൾ 375 ഗ്രാംസ് ഫ്ലവർ ഇട്ടേക്കുന്നത്, അത് കുറേശ്ശെ അതിനകത്തോട്ട് സ്പൂൺ കൊണ്ട് വേണം മിക്സ് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലെമൺ റിൻഡും കൂടെ ആഡ് ചെയ്യും. ആദ്യം ഫ്ലവർ നന്നായിട്ട് അതിനകത്തൊന്ന് മിക്സായി വരട്ടെ. കണ്ടോ, കുറേശ്ശെ ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 2 സ്പോഞ്ചിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഒരെണ്ണം മാംഗോ കേക്ക്, ഒരെണ്ണം ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വേറൊരു ഫില്ലിങ്സ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നിപ്പോൾ നമ്മൾ മാംഗോ കേക്കാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പോൾ അതേ നമ്മൾ ആ ബൗളൊന്ന് മാറ്റി, എന്താണെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു വലിയ ബൗൾ എടുത്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു, ലെമൺ റിൻഡും ആഡ് ചെയ്തു. അപ്പോൾ അതേ നമ്മൾ ഓയിൽ കുറച്ച് ഇതിനകത്തോട്ട് അളവനുസരിച്ചിട്ടുള്ള ഓയിൽ ആഡ് ചെയ്തു. അതും ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് വാനില, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറ്റ് വാനിലയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ കളറ് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ കളറ് ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് കളറിൽ വാനില ആഡ് ചെയ്യുന്നത്. ഇതിനെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് എന്നിട്ട് 2 ട്രെയിലായിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിൻ്റെ ടെമ്പറേച്ചർ ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സ്പോഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ 2 ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കണം. അതൊന്ന് എല്ലാവരും ഒന്നും അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 2 ട്രെയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരു 20 to 25 മിനിറ്റ്സ് 175 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 175 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് വേണം ഈ സ്പോഞ്ച് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളുണ്ടാക്കിയ സ്പോഞ്ച് ഷെഫ് അത് കണ്ടോ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നല്ല പ്രാക്ടീസ് വേണം ഇത്രയും തിന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് വീട്ടമ്മമാർക്ക് അത്രയും തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. എന്നാലും കഴിയുന്നതാണെങ്കിൽ അപ്പം 2 ടൈപ്പ് ഫില്ലിങ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഷെഫ് അത് കട്ട് ചെയ്ത് മാറ്റുന്ന കാണിച്ചു തരാം. കണ്ടോ, ഒരു ലെയർ മാറ്റി, കണ്ടോ അടുത്ത ലെയർ ചെയ്യുക. അത് കട്ട് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് അതിൻ്റെ ടെക്നിക്ക്.
ഞാനും ഇപ്പോൾ ഷെഫിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ചെയ്യാമല്ലോ. ഇനി ഒരു ലെയറും കൂടെ ഷെഫ് അത് കട്ട് ചെയ്തെടുക്കും തിന്നായിട്ട്. അങ്ങനെ 3 പീസായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ വിചാരിച്ചു മാങ്ങയല്ലാതെ കിവി, സ്ട്രോബെറി, മാംഗോയുടെ മിക്സ്ഡ് ഫ്രൂട്ട് ഫില്ലിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല സ്ലൈസസൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡ് മറ്റേ മാംഗോ മുറിച്ച പോലെ തന്നെ ചെറുതായിട്ട് മുറിച്ച് അത് മാറ്റി മിക്സ് ചെയ്ത് വെക്കും. അത് നമ്മൾ കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെക്കും. ടോപ്പിൽ ഈ നല്ല പീസസ് മാത്രം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ 3 ടൈപ്പ് ഫ്രൂട്ട്സാണ് യൂസ് ചെയ്യുന്നത്: സ്ട്രോബെറി, കിവി, മാംഗോ. അപ്പം നമ്മൾ ഓരോ സ്ലൈസ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഷുഗർ സിറപ്പ്, അതൊന്നും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്നലെ നമ്മൾ ഫ്രഷ് സ്പോഞ്ച് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുന്നില്ല. ഇപ്പം അത് പിറ്റേ ദിവസം എടുത്തതുകൊണ്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിലെ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് ഇങ്ങനെ അതിൻ്റെ പുറത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇനി ഫില്ലിങ്സ് നമ്മൾ വിപ്പ് ചെയ്തെടുത്ത ക്രീമും ഷുഗറും കൂടെ നന്നായിട്ട് എഗ് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുത്ത് ഇത് നമുക്കിതിനകത്ത് ഓരോന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ഫ്രൂട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ഫില്ലിങ്സ്, ഇത് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ഫില്ല് ചെയ്യുന്ന ഒരു കേക്കാണ്. ആ ഫില്ലിങ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സും ക്രീമും ആണ് ഉപയോഗിക്കുന്നത്. ആ ക്രീം നമ്മൾ എടുത്തേക്കുന്നത് 500 ഗ്രാം ക്രീം, 100 ഗ്രാം ഷുഗർ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിലിപ്പോൾ ഒരു ലെയർ നമ്മൾ അതിനകത്ത് സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് മാങ്ങയും കിവിയും സ്ട്രോബെറിയും, ആ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യും. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. കുറച്ചും കൂടെ ഫ്രൂട്ട്സ് വേണം. എല്ലായിടത്തും ആ ഫ്രൂട്ട്സ് ആവുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു ലെയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫ്രൂട്ട്സും ക്രീമും എല്ലാം കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ലെയർ കേക്ക് അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കും. നല്ല സൂക്ഷിച്ച് അടുത്ത ലെയറും എടുത്ത് വെച്ചു. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കുറച്ചും കൂടെ ബ്രഷ് ചെയ്യുക. എല്ലാം അതൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ സ്പോഞ്ച് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അടുത്ത ലെയറും കൂടെ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിലും സൈഡിലും ആദ്യം സൈഡൊക്കെ ഫില്ല് ചെയ്ത് ആ ക്രീം വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനും നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കും. അങ്ങനെയാണിത് ഫിനിഷ് ചെയ്യുന്നത്. ഇതും ആ ഷെഫ് തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് എല്ലാം. ഇപ്പോൾ 2 ടൈപ്പ് കേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലേ, അത് കാരണം എനിക്ക്. ഒന്ന് പ്ലെയിൻ മാംഗോ, ഇത് മിക്സഡ് ഫ്രൂട്ട്സ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സും വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി ഇത് മുകളിലത്തെ ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ്സ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ജസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ്സ് വാങ്ങിക്കുക, അതൊന്ന് മെൽറ്റ് ചെയ്യുക, ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് ഒരു മാർബിളിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിക്കുക, തിൻ ലെയറിൽ ഒഴിച്ചിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് അതിന് ചുരണ്ടി എടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതേ ഷേപ്പിൽ കിട്ടും. അതാണ് ഷെഫ് അതിൻ്റെ മുകളിൽ വെക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഫ്ലേക്സ് പോലത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ്, അതായത് നോർമൽ ചോക്ലേറ്റ് കളറിലേയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്കും അതുപോലെ ചെയ്തെടുക്കാം. അതെങ്ങനെ മെൽറ്റ് ചെയ്ത് മാർബിൾ ട്രെയിൽ സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പം ഒരു കട്ടിയുള്ള സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഷെഫ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഡെക്കറേഷനാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ. പക്ഷെ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ സൈഡിലും ഷെഫ് ആ ചോക്ലേറ്റ്സ് തന്നെ ഒന്ന് ഇത് ചെയ്തിട്ട് സൈഡിൽ ആ കേക്കിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് ഇട്ട് പിടിപ്പിക്കുകയാണ്.
ഒന്ന് കുറച്ച് പൊടിച്ചിട്ട്, ബാക്കിയെല്ലാം നല്ല വലിയ പീസസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുവാണേ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സ്പോഞ്ച് ചോക്ലേറ്റ് ബേസ്ഡ് സ്പോഞ്ച് ആയിരിക്കണം. പിന്നെ അതിനൊരു ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ ചെറീസും കൂടെ ആഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രഷ് ഫ്രൂട്ട്സ് ആഡ് ചെയ്താൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നാട്ടിൽ അങ്ങനെ ഫ്രഷ് ഫ്രൂട്ട്സ് അത് യൂസ് ചെയ്യാറില്ല. ഡ്രൈ ചെറി വെച്ചിട്ടാണ് നാട്ടിൽ ചെയ്യുന്നത്. ഇപ്പോൾ സൈഡിലും അത് ഒട്ടിച്ച് പിടിപ്പിക്കുക ഷെഫ്. ഫുൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഷെഫ് പറയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ബ്രൗൺ പീസസും കൂടെ ഒറിജിനൽ ചോക്ലേറ്റ് കളറിലും കൂടെ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് 3-4 പീസും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.